Hello friends, welcome to Celin Jinto vlogs. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ സർപ്രൈസാണ് എനിക്കുണ്ടായ സർപ്രൈസാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ജൂലൈ 15 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഒരു പെട്ടി വന്നു വീട്ടിൽ. ബർത്ത്ഡേയുടെ അന്ന് ഒരു പെട്ടി വീട്ടിലെത്തി. ആ പെട്ടിയാണ് എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് വൈഫിൻ്റെ. അപ്പോൾ എനിവേ അപ്പോൾ ആ ഡീറ്റെയിൽസ് എല്ലാം ഇന്നത്തെ വീഡിയോയിൽ കാണാം. സോ വെൽക്കം ടു Celin Jinto vlogs. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു സർപ്രൈസ് അൺബോക്സിംഗ് ആണ്. പിന്നെ അതിൻ്റെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം. ഓൾറൈറ്റ് ഗൈസ്, അപ്പോൾ എനിക്ക് കിട്ടിയ പെട്ടി, ആ പെട്ടിയാണ് നിങ്ങളിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് എനിക്ക് കിട്ടിയ പെട്ടി. ഓൾറൈറ്റ്, നിങ്ങൾക്ക് ആ പെട്ടി കണ്ടാൽ അതിൻ്റെ മുകളിലൊരു ബ്രാൻഡ് നെയിം എഴുതിയിട്ടുണ്ടാവും. ഇവനാണ് എനിക്ക് വന്ന പെട്ടി. ഈ പെട്ടി ഇങ്ങനെ ആയിരുന്നില്ല, ഒരു വലിയൊരു കാർഡ്ബോർഡ് ബോക്സിലൊക്കെ പാക്ക് ചെയ്തിട്ട് എന്താണെന്ന് അറിയാണ്ട് ഒരു സർപ്രൈസ് ആയിരുന്നു. അപ്പോൾ ക്യാമറ പ്രാന്തന്മാർക്ക് അറിയാൻ പറ്റുമായിരിക്കും, DJI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗിംബിൾ കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബ്രാൻഡാണ്. DJI Ronin SE എന്ന് പറഞ്ഞ ഗിംബിളാണ് എനിക്ക് കിട്ടിയത്. ഈ ഗിംബിൾ ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് നടന്ന സാധനമാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. നിയർലി $600 ഉണ്ട് ഇതിൻ്റെ വില. നമ്മുടെ നാട്ടിൽ 30,000 രൂപ വരും. അപ്പോൾ വാങ്ങിക്കാൻ പല വട്ടം മടിയായിട്ട് നടന്ന സാധനമാണ്. അപ്പോൾ ഈ ഗിംബിൾ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഷേക്കൊന്നും ഇല്ലാണ്ട് നല്ല നല്ല വ്ളോഗിങ് നമുക്ക് ചെയ്യാം. നമുക്കിപ്പോൾ നിങ്ങൾ വീഡിയോഗ്രാഫറാണെങ്കിൽ വെഡ്ഡിങ് വീഡിയോസും പിന്നെ കൊമേഴ്ഷ്യൽ വർക്കൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഈ സംഭവം ഞാൻ നിങ്ങൾക്ക് തുറന്ന് ഫിറ്റ് ചെയ്ത് ക്യാമറയിൽ വെച്ച് കാണിച്ചു തരാം. ഇവനാണ് ഞങ്ങൾ പറഞ്ഞ നടൻ. ഇതാ DJI Ronin SE. അപ്പോൾ ഇതിൻ്റെ കൺട്രോളേഴ്സാണ് ഈ കാണുന്നത്. നമുക്കിവിടെ പല ഓപ്ഷൻസും സെലക്ട് ചെയ്യാറുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലിരിക്കുന്ന ക്യാമറ, അതെൻ്റെ ക്യാമറയാണ് കേട്ടോ. ആ മൈക്കും ക്യാമറയും എൻ്റെ കൂടെ വരുന്ന ഓപ്ഷനല്ല. അപ്പോൾ ഇവനെ നമുക്ക് വേണമെങ്കിൽ ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് വ്ളോഗ് ചെയ്യാം. അതൊരു നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഗ്രിപ്പില്ലേ, ഹാൻഡ് ഗ്രിപ്പ് നമുക്ക് പിടിച്ചിട്ട് ഈ താഴെ ഇരിക്കുന്ന 3 കാല് വേണമെങ്കിൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതും ഹാൻഡ് ഗ്രിപ്പായിട്ട് യൂസ് ചെയ്യാം. ഈ ഹാൻഡ് ഗ്രിപ്പ് ബാറ്ററിയും കൂടിയാണ്. അപ്പോൾ നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യണത് സാധാരണ ഫോൺ ചാർജ് ചെയ്യണ പോലെ തന്നെയാണ്. ഇവിടെ ഇതിൻ്റെ സ്വിച്ച് ഉണ്ട്. സ്വിച്ചൊക്കെയാണ് ഒരു ഗ്രീൻ ലൈറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നോ എന്നറിയില്ല, കണ്ടില്ലേ? അതാണ് എൻ്റെ ചാർജ് ഇൻഡിക്കേറ്റർ. പിന്നെ ഈ കൺട്രോളർ പിടിച്ച് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാമറ മൂവ് ആവും. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഫുൾ നമുക്ക് റൊട്ടേറ്റ് ചെയ്തെടുക്കാം. കണ്ടോ, നല്ല സ്മൂത്ത് മൂവ്മെൻ്റ് ആണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. നമുക്ക് ആകാശം വരെ വീഡിയോ എടുക്കാം വേണമെങ്കിൽ. കണ്ട, അപ്പോൾ ഇതൊക്കെയാണ് ഇവൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ മെയിനായിട്ട് നമുക്കിതിൽ 2 പാർട്സാണുള്ളത്, 2 ആക്സിസാണുള്ളത്. ഇവിടെ ഒരു ആക്സിസ് ഉണ്ട്, പിന്നെ ഇത് 2, അവിടെ 3 ആക്സിസ് ഉണ്ട്. ഈ 3 പോയിന്റിലായിട്ടാണ് ഈ ഇതിൻ്റെ ബാലൻസ് നടക്കുന്നത്. അപ്പോൾ ഈ 3 ആക്സിസിലും ഈ സംഭവം ബാലൻസ് ചെയ്ത് നിൽക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഷേക്ക് അധികം അറിയാൻ പറ്റില്ല. അപ്പോൾ ഞാനിതിൻ്റെ ക്യാമറയുടെ താഴെ കാണാൻ പറ്റുമെന്ന് അറിയില്ല, അതാ ക്യാമറയുടെ താഴെ ഒരു ക്ലാമ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാമ്പ് വേറൊരു എന്താ പറയുക, ക്യാമറയുടെ വേറൊരു ക്ലാമ്പിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 ക്ലാമ്പ് കൂടി ഉണ്ട്. അതിന് ലെൻത്തിലേക്ക് ഒരു സപ്പോർട്ട് പോയിട്ടുണ്ട്. ഇത്രയൊക്കെയുള്ളൂ ഞാൻ ഇതിൽ ഫിറ്റ് ചെയ്ത കാര്യങ്ങൾ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഫോൺ ഇതിൽ കണക്ട് ചെയ്യാം. കണ്ടോ, ഈ സംഭവത്തിൽ നമുക്ക് വേണമെങ്കിൽ ഒരു എക്സ്റ്റൻഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ കണക്ട് ചെയ്യാം. നമ്മൾ കാറിലൊക്കെ ഫോൺ ഹോൾഡേഴ്സ് വെക്കണ പോലെ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഫോണിൻ്റെ സ്ക്രീനിൽ നമുക്ക് കാണാം. പക്ഷേ എൻ്റെ ക്യാമറയിൽ ഓൾറെഡി സ്ക്രീൻ ഉണ്ട്. ആ സ്ക്രീൻ എനിക്ക് എക്സ്പാൻഡ് ചെയ്യാവുന്ന ടൈപ്പാണ്. ഇതെൻ്റെ ക്യാമറയുടെ ബാക്ക് സൈഡ് ഇവിടെ കാണാം നിങ്ങൾക്ക്. എനിക്ക് ക്യാമറയ്ക്ക് ഓക്കെ, എനിക്ക് ഓൾറെഡി ഇങ്ങനെ ഒരു സ്ക്രീൻ ഉള്ളത് കൊണ്ട് ഞാൻ ഫോൺ കണക്ട് ചെയ്തതിൻ്റെ ആവശ്യം എനിക്ക് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഫോണ് കണക്ട് ചെയ്യുകയാണെങ്കിൽ ആ സൈഡിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ പിന്നെ നമുക്ക് ഇതിൻ്റെ ഫോക്കസ് ഇല്ല. ഇപ്പോൾ നമുക്ക് ക്യാമറയുടെ ഫോക്കസ്, ഈ സംഭവമാണ് ക്യാമറയുടെ ഫോക്കസ്. നമ്മൾ മാനുവലായിട്ടൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മളിവിടെ വെച്ചിട്ടാണ് ഫോക്കസ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് അവിടെ ടച്ച് ചെയ്യാണ്ട് തന്നെ ഈ ഡിവൈസ് നമുക്ക് അതിൽ സിങ്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫോക്കസ് വീല് നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്യാമറ ഫോക്കസൊക്കെ നമുക്ക് ഇതിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ക്യാമറയുടെ ഫോക്കസ് കൺട്രോൾ ചെയ്യാം. പിന്നെ അത് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മൊബൈലിൽ ആപ്പ് ഉണ്ട് ഇതിന് വേണ്ടിയിട്ടുള്ളത്. ഈ ആപ്പ് ഇതിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് കോൺഫിഗർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗിംബിൾ പരീക്ഷണങ്ങളാണ്. അപ്പോൾ ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് Ronin DJI എന്ന് പറഞ്ഞ ഒരു ഗിംബിളാണ്. Ronin SE എന്ന് പറഞ്ഞ മോഡലാണ്.
അപ്പോൾ ഈ ഗിംബിൾ ഉപയോഗിച്ച് നമുക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു പരീക്ഷണം. ഞാൻ ഇന്ന വരെ ഈ റോണിൻ്റെ ഈ ഗിംബിൾ യൂസ് ചെയ്തിട്ടില്ല. സാധാരണ വെഡ്ഡിങ്ങിനും പിന്നെ അങ്ങനത്തെ വർക്കിനൊക്കെയാണ് ആൾക്കാർ കൂടുതൽ ഗിംബിൾ യൂസ് ചെയ്യാറ്, അല്ലെങ്കിൽ പിന്നെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള വർക്കൊക്കെ ചെയ്യാൻ. അപ്പോൾ എന്തായാലും ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും എനിക്ക് ക്രേസ് ആയതുകൊണ്ട് ഞാൻ ഇതൊന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാൻ വാങ്ങിച്ചതല്ല, എൻ്റെ ഭാര്യ എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. അപ്പോൾ ഞാനിത് വ്ളോഗിങ്ങിന് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള പരീക്ഷണമാണ്. അപ്പോൾ ഇന്നത്തെ കുറേ വീഡിയോസും മിക്കതും കുറച്ച് മ്യൂസിക്കൊക്കെ ആയിട്ടുള്ള കുറച്ച് സീൻസൊക്കെ ആയിരിക്കും. അപ്പോൾ വേറെ ആരുമല്ല, നമുക്കിന്ന് ഗിംബിളിൽ നമ്മുടെ ട്രയൽ റൺ ചെയ്യുന്നത് ജുവാനാണ് എൻ്റെ കൂടെ. അപ്പോൾ ജുവാനെ ഞങ്ങൾ സ്കൂട്ടർ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. എന്ത് സ്കൂട്ടറാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. അപ്പോൾ ഈ വീഡിയോയിൽ ഞങ്ങൾ ആ സ്കൂട്ടർ വെച്ചിട്ട് ജുവാൻ്റെ ആയിട്ട് കുറച്ച് ടെസ്റ്റ് ഡോസൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ മുമ്പിൽ കുറച്ച് ട്രൈ ചെയ്യാമെന്ന് വെക്കുന്നു. പിന്നെ ഇവിടെ വീടിൻ്റെ അടുത്തൊരു പാർക്കുണ്ട്, ആ പാർക്കിലും ഞങ്ങൾ ഈ ടെസ്റ്റ് ട്രൈ ചെയ്യാനാണ് വിചാരിച്ചിരിക്കുന്നത്. ജുവാൻ ഭയങ്കര ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് ആണ്. അവൻ ഈ സ്കൂട്ടർ കുറേ നാളായി ചോദിക്കണം. എനിക്ക് ഗിംബിളിൻ്റെ ക്രേസ് ആയതുപോലെ തന്നെ ജുവാനെ സ്കൂട്ടർ ഭയങ്കര ക്രേസാണ്. അപ്പോൾ ആ സ്കൂട്ടർ വെച്ചിട്ടാണ് ജുവാൻ ഇന്ന് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഗിംബിൾ വെച്ചിട്ട് കുറച്ച് പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. കുറച്ച് സ്ലോ മോഷൻ ഷോട്ട്, കുറച്ച് പാനിങ് ഷോട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കും ഈ ഗിംബിൾ വാങ്ങിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വ്ളോഗ് ചെയ്യാനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. നല്ല സ്മൂത്ത് മൂവ്മെൻറ്റ്സ് നമുക്ക് കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നല്ല ഈസി ആയിട്ട് മൂവ്മെൻറ്റ് കിട്ടും. നമ്മൾ നടന്നാലും അത്യാവശ്യം മൂവ് ചെയ്താലും ക്യാമറ മൂവ് ചെയ്താലും ഒന്നും ഷേക്ക് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്കും ഈ ഗിംബിൾ പരീക്ഷണം നടത്താവുന്നതാണ്. ലെറ്റ്സ് വാച്ച്.
നമ്മൾ പാർക്കിൽ നിന്ന് നേരെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോഴാണ് ജോൻ്റെ ഒരു ആഗ്രഹം, ജോൻ്റെ ഒരു ഷോപ്പ് നിങ്ങൾക്ക് എല്ലാവരും കാണിച്ചു തരണം. ഓക്കെ, അപ്പം ശരിയെന്ന് ചോദിച്ചു. അപ്പം നമ്മുടെ ഗിംബിൾ യൂസ് ചെയ്തിട്ട് വ്ളോഗ് ചെയ്യാൻ പറ്റുമെന്നുള്ള എൻ്റെ വേറൊരു പരീക്ഷണമാണ്. അപ്പോൾ ജുവാൻ്റെ കട, ജുവാൻ്റെ പെട്ടിക്കട നിങ്ങൾക്ക് കാണാം. അതിൽ കാശും കാഷ് കൗണ്ടറും പിന്നെ സാധനങ്ങളും ഫ്രിഡ്ജൊക്കെ ഉള്ള സംഭവമാണ്. വിറ്റ് കടയാണ്. അപ്പോൾ ആ പെട്ടിക്കട നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഗിംബിൾ വെച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകണം, നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതോടുകൂടി ഇന്നത്തെ വ്ളോഗ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. എന്തായാലും ഇതും കൂടി കണ്ടിട്ട് നമുക്ക് വ്ളോഗ് കംപ്ലീറ്റ് ആക്കാം. Hello sir. Yes. Is the shop open today? Yes. What you want? I want one grapes Fanta. You have a grapes Fanta? I have 2 more left. Only 2 more left? Yeah. Let me see. Oh, there's 2 Fanta left. Can I take one, sir? Yeah. Can I take one Fanta? And you can take 2 as well. I just need only one. Is it grape flavor? Yeah, I need a grape flavor. Tell me, sorry. Okay, I just need only, I just need only one Fanta. How much money I have to pay for it? $5 million, 5 minutes, $6. $1,006 for the Fanta. Yeah. I have only $20. Look at this. I have $20. So is that okay if I give you $20? I need $50. Oh, there's a $50, I think. Let me check. Okay. So how much? You want some change coins? Yes. Yeah, Thank you. So you can take the coins and give some money. I think I give you $50. Give me the change, sir. Here we go. Give me the change. Oh. ഇത് ഞങ്ങൾ വ്ളോഗ് ചെയ്യുന്നുണ്ട്, എൻ്റെ ഇടയിൽ കയറി വരരുത്.